മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഭൗതികദേഹം ഇന്ന് സംസ്കരിക്കും. വൈകിട്ട് 3:30-നാണ് സംസ്കാരം. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും രാവിലെ 8 മണിയോടുകൂടി ജയചന്ദ്രന്റെ നാടായ ഇരിങ്ങാലക്കുടയിലേക്കും തുടർന്ന് തറവാട് വീടായ എറണാകുളം പറവൂർ ചേന്നമംഗലത്തേക്കും മൃതദേഹം എത്തിക്കും. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് തൃശൂരിൽ നിന്ന്. ലെവിൻ, എപ്പോഴാണ് മൃതദേഹം പറവൂരിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കുക? അതോടൊപ്പം തന്നെ ഇന്നത്തെ പൊതുദർശന ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? അതിര മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ തൃശ്ശൂർ വിട്ടുള്ള അവസാന യാത്ര അല്പസമയത്തിനകം 7:30യോടുകൂടിയായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വിലാപയാത്ര എന്നുള്ള നിലയിൽ ഇല്ല. ആംബുലൻസിൽ പോലീസ് അനുഗമിക്കും. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ സ്കൂളിൽ, ഇരിങ്ങാലക്കുട ഏറെ നാളായി അദ്ദേഹം താമസിച്ച സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീടും അടക്കം അവിടെയുണ്ട്. ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപമാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അവിടെ വെച്ച് റോഡിൽ വെച്ച് തന്നെ ആദ്യം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പിന്നീട് ആംബുലൻസിൽ നിന്നും പുറത്തിറക്കാതെ ഇരിങ്ങാലക്കുടയിൽ അവിടെ കാണാനെത്തിയിരിക്കുന്ന ആളുകൾക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കുമെന്നാണ് ഇപ്പോൾ അടുത്ത ബന്ധുക്കളും വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത്. രാവിലെ 7:30യോടുകൂടി തന്നെയായിരിക്കാം ഇവിടെ നിന്ന് മൃതദേഹം ഈ തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വിലാപയാത്രയായി അല്ലെങ്കിൽ പോലും ഇവിടുന്ന് അന്ത്യയാത്ര ആരംഭിക്കുക. നേരത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ സംഗീത നാടക അക്കാദമിയിലും ഈ തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിലുമായി നടന്ന പൊതുദർശനത്തിൽ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് രണ്ട് സ്ഥലങ്ങളിലുമായി ഭാവഗായകന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. നിരവധി മലയാള സിനിമാ രംഗത്തെ, ഗാനരംഗത്തെ ഒട്ടേറെ പ്രമുഖരും കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തി പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 7:30യോടുകൂടി ഇവിടെ നിന്നും ആരംഭിക്കുന്ന വിലാപയാത്ര ഇരിങ്ങാലക്കുടയിലെത്തും. ഇരിങ്ങാലക്കുട നഗരത്തിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. അതിനുശേഷം അവിടെ അധിക സമയം പൊതുദർശനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നും 10 മണിയോടുകൂടിയായിരിക്കും എറണാകുളം പറവൂർ ചേന്നമംഗലത്തുള്ള അദ്ദേഹത്തിൻ്റെ പാലിയം തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കുക. ഇവിടെ പാലിയത്തെ തറവാട്ട് വീട്ടിൽ വൈകിട്ട് 3:30 വരെയുള്ള സമയത്ത് പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. കുടുംബക്ഷേത്രത്തിലെ നടയടയ്ക്കുന്ന സമയം നോക്കി വൈകിട്ട് 3:30യോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും ഇതിനോടകം തന്നെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും മൃതദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ വെച്ച് നടക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമായി പി ജയചന്ദ്രൻ്റെ വിടവാങ്ങൽ അത് നിലനിൽക്കും. ഏതായാലും അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് സംഗീതാസ്വാദകരിലും അതോടൊപ്പം തന്നെ മലയാളികളിലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടാണ് 7:54 അദ്ദേഹം മരിക്കുന്നത്. ദീർഘനാളുകളായി അസുഖബാധിതനായിരുന്നു. അതോടൊപ്പം തന്നെ കരൾ രോഗം മൂർച്ഛിച്ചതാണ് കഴിഞ്ഞ ദിവസമുള്ള മരണത്തിന് ഇടയാക്കിയത്. മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടം. ആയിരക്കണക്കിന് ഭാവഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ്റെ വിടവാങ്ങൽ ഇനിയും അത് ഉൾക്കൊള്ളാനാവാത്ത ഒട്ടേറെ സംഗീതാസ്വാദകർ നമുക്കിടയിലുണ്ട് എന്നുള്ളതും വിസ്മരിക്കാനാവില്ല. 15,000-ലേറെ ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യൻ ഭാഷയിലെ വിവിധ ഗാനങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾ ആലപിച്ച് സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഭാവഗായകന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്. ഇന്നലെ പൊതുദർശനത്തിലും ഇന്നുമായി നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3:30 മൃതദേഹം സംസ്കരിക്കുക. ആതിര. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ മൃതശരീരം ഇന്ന് ഏകദേശം ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.